പറഞ്ഞായിരുന്നു മെമ്പർ അവിടെ താമസിക്കുന്നതെന്ന്. ഡീസന്റ് പാർട്ടികളാണെന്ന് പറഞ്ഞായിരുന്നു. നമസ്കാരം സാറേ. പോയില്ലായിരുന്നോ? പോവാൻ ഇറങ്ങിയതാ, ജീപ്പ് വന്നില്ല. ആണോ? എന്നാ പിന്നെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഞങ്ങളൊന്ന് കേറട്ടെ. അതെ, ഡോക്ടർ പേരെന്താ? മൃഗ ഡോക്ടർ. എന്റെ പേര് ജോർജ് കുട്ടി, ഭാര്യയുടെ പേര് ആലിസ്. ഡോക്ടർ ഇരുമ്പോ എവിടെയായിരുന്നു? പാതാളത്തില്. ഞാൻ കോട്ടയത്തായിരുന്നു. എവിടെ നാള് അവിടെയാണേ. ആലീസിന് ജോലിയുണ്ടോ? ഇല്ല. എന്താവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. എന്താവശ്യം? ഒരാവശ്യമില്ല. അത് പിന്നെ ചോദിക്കത്തില്ലേ? അയലൊക്കെ ആവുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണ്ടേ? അവിടെ താമസിക്കാൻ ആളില്ലാത്തോണ്ട് ഞങ്ങൾ വലിയ വിഷമത്തിലായിരുന്നു. ഒന്ന് മിണ്ടാനും പറയാൻ ആരെങ്കിലും വേണ്ടേ? ഇപ്പോഴാ സമാധാനമായത്. എന്റെ സമാധാനം പോയല്ലോ. അവിടെ ഒരു വാടകക്കാരനെ കിട്ടാനേ സത്യേട്ടൻ എന്തോരം ബുദ്ധിമുട്ടിയെന്നറിയോ? നിങ്ങളെ കണ്ടപ്പോഴാ സത്യേട്ടന് ആശ്വാസമായത് അല്ലേ സത്യേട്ടാ? അതെ അതെ. പവിത്രം പറഞ്ഞായിരുന്നു എന്ത് സഹായം വേണമെങ്കിലും മെമ്പറോട് ചോദിച്ചാൽ മതി, മെമ്പർ ചെയ്തു തരുമെന്ന്. പിന്നെ ഒരു കാര്യത്തിന് കാര്യക്ഷമമായിട്ട് ഇടപെട്ട് അതിനൊരു പരിഹാരം കാണാൻ പെണ്ണ് പോയിട്ടേ ഉള്ള എന്തും ആണ് അതിന് പോരാ. എന്നാ ശരിയല്ലേ? ഇവൻ എന്റെ കയ്യിൽ മേടിക്കും. ആലീസ് എന്തോന്നും മിണ്ടാത്തെ? അതുകൊണ്ട് ചേർത്ത മൃഗം ഉണ്ടെന്നുണ്ടല്ലോ. പരിചയക്കുറവുണ്ടാ. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടിയാ നിർത്തത്തില്ല. വീട്ടിൽ എല്ലാ സാധനവും ഒന്ന് അടുക്കി വെക്കട്ടെ, എന്നിട്ട് ഞങ്ങള് അങ്ങോട്ട് വരാം. ആ സത്യേട്ടൻ സ്റ്റേഷനിൽ പോ, ഞാനിവിടെ ഉണ്ടാവും. നിനക്ക് പഞ്ചായത്തിൽ പോണ്ടേ? ഇവള് ഭയങ്കര തിരക്കാണ്. ഇവള് വൈകിട്ടേ വരുള്ളൂ. അതായത് ഞാനും വന്നതിന് ശേഷം ഇവള് വരുള്ളൂ. അതുവരെ ഇവിടെ ആരും കാണില്ല കേട്ടോ. ആണോ? എന്നാ പിന്നെ വൈകിട്ട് വരാം, എല്ലാം തീർത്ത് വെച്ച്. എന്നാ ശരി എന്നാ. കീർത്ത് എന്ത് നല്ല മനുഷ്യനല്ലേ സത്യേട്ട. ആണുങ്ങളായ ഇങ്ങനെ വേണം. ആളുകളോട് ഇടപെടാനുള്ള ആ രീതി, അതാണ് സൂപ്പർ. എന്ത് സൂപ്പർ? ഇങ്ങനെ വളവള വർത്താനം പറയണാണോ സൂപ്പർ? അതിനാ പെണ്ണുമ്പിളെ കണ്ടുപിടിക്കുക. ഒരു വാ തുറന്നൊരു അക്ഷരം മിണ്ടിയോ? എന്താ അടക്കം ഒതുക്കും, എന്താ കുലീനത. പെണ്ണുങ്ങളായാലും എങ്ങനെ വേണം. എന്താ അതിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഇച്ചായനോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണി കാണുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെ വാ തൊരാതെ സംസാരിക്കരുതെന്ന്. എടി, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേ? നമ്മളിവിടെ താമസിക്കാൻ വന്നു, അവര് നമ്മുടെ അയൽവക്കം. അപ്പൊ അവര് ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ? ഇതാണ് ഇച്ചായന്റെ സ്വഭാവം. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും എത്ര സംസാരിച്ചാലും ഇച്ചായന് മതിയാവത്തില്ല. എന്നോട് സംസാരിക്കാൻ മാത്രം ഇച്ചായന് ഇഷ്ടമില്ലല്ലോ. നീ എന്നാ വർത്താനാണെന്നോ? ഇച്ചായ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് എന്നോട് സംസാരിച്ചേക്കാൾ കൂടുതൽ 5 മിനിറ്റ് കൊണ്ട് ഇച്ചായൻ അവരോട് സംസാരിച്ചു. ദൈവദോഷം പറയരുത്. ഞാൻ പറയും, കോട്ടയത്തായിരുന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അവിടെയുള്ള പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ തേൻ കിന്നിയും. ഇത് കണ്ട് സഖികെട്ടിരുന്നപ്പോഴാണ് ട്രാൻസ്ഫർ ആയത്. കർത്താവെ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് ഇവിടെ വന്നപ്പം ദേ നിൽക്കുന്ന അടുത്ത യക്ഷി. ഇതൊന്നും പറയരുതേ. ഇച്ചായ അവരെ കണ്ടാലറിയാം അവരൊരു വാങ്ങി നോക്കിയാണ്. കേക്കട്ടെ, ഞാൻ പറയും വാങ്ങി നോക്കി. അല്ല പിന്നെ അവരുടെ കെട്ടിയോന്റെ മുമ്പിൽ വെച്ച് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇത്രക്ക് അങ്ങോട്ട് സംസാരിക്കുവോ? അവരൊരു പഞ്ചായത്ത് മെമ്പർ അല്ലേ? പഞ്ചായത്ത് മെമ്പർ അല്ലേ, അല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചാൻ അവരോട് എന്താ പറഞ്ഞത്? ഒരു കാര്യത്തിന് കാര്യക്ഷമമായിട്ട് ഇടപെടാൻ ആണുങ്ങളേലും നടത്ത് പെണ്ണുങ്ങളാണെന്ന്. സത്യമാണല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ പറ്റി ഇത്ര നാളായിട്ട് ഇച്ചാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു പെണ്ണല്ലേ? അതിപ്പോ ഓരോരുത്തർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചല്ലേ പറയാൻ പറ്റും. അവരുടെ എന്ത് പ്രവൃത്തി കണ്ടിട്ടാ ഇച്ചായൻ പറഞ്ഞത്? ജീവിതത്തിൽ ഇച്ചാൻ ആദ്യമായിട്ടല്ലേ അവരെ ഇന്ന് കണ്ടത്? ആലിസ, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സാമൂഹ്യ ജീവികളായിട്ട് വേണ്ടേ? നമുക്ക് പരസ്പരം സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യേണ്ടി വരും. ഹ്യൂമൻ ഈസ് എ സോഷ്യൽ ബീയിങ്. ആണുങ്ങളോട് ഇടപഴകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പെണ്ണുങ്ങളോട് മിണ്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇച്ചാൻ ആ പോലീസുകാരനെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. അയാൾ എന്തെങ്കിലും സംസാരിച്ചോ ഇച്ചാനെ പോലെ ഇങ്ങനെ വളവളാന്ന്? ഇല്ലല്ലോ. അങ്ങനെ വേണം ആണുങ്ങൾ. ഞാനിപ്പോ എന്തോ വേണം? ആ പെണ്ണുമ്പിള്ളയോട് അധികം ലോകത്തിനൊന്നും പോകണ്ട. അവർക്ക് അവരുടെ കാര്യം, നമുക്ക് നമ്മുടെ കാര്യം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവരുടെ സഹായം നമുക്ക് വേണ്ട. ഉറപ്പിച്ചു. ഇപ്പോ സന്തോഷമായല്ലോ? സന്തോഷമായി. ഇനി വേറെ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ? ഇങ്ങോട്ട് നോക്കിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ വിചാരം ദേഷ്യമൊക്കെ വരും. പക്ഷെ ഞാൻ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തുകൊണ്ട്? എനിക്ക് ഇച്ചാൻ വേറെ പെണ്ണുങ്ങളോടൊന്നും സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഇച്ചായ എനിക്ക് ഇച്ചാനെ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാ പേടിച്ചു പോയാ? ചെറുതായിട്ട്